വരുമാന മാർഗത്തിനായിട്ട് ചെയ്യുന്നത് പച്ചക്കറിയാണ്. ഈ വർഷത്തെ ഒരു പ്രൊഡക്ഷൻ എന്ന് വെച്ചാൽ 1 കോടി രൂപയ്ക്ക് മേളിലാണ് നമ്മൾ ഇൻകം ജനറേറ്റ് ചെയ്തത്. ഈ കാർഷിക മേഖല ഞെട്ടിപ്പോവും. ഇതിപ്പോൾ ഒരു 15 ലക്ഷം രൂപയുടെ ചീര ഒരു വർഷത്തിൽ ഇടവിലായിട്ട് ചെയ്തുണ്ടാക്കും. ഇപ്പോൾ കുക്കുംബർ ആണെങ്കിൽ ഒരു 15 to 20 ലക്ഷം രൂപയുടെ കുക്കുംബർ ആഴ്ചയിലൊക്കെ എനിക്കൊരു 35,000 രൂപയ്ക്ക് മേൽ 30,000-40,000 രൂപ സാലറി നമുക്ക് കൊടുക്കണം. 16-17 എനിക്ക് ഞാൻ ഫോക്സോറിന്റെ വണ്ടി എടുത്ത് അന്ന് വഴിയെ ചർച്ചയായിരുന്നു. കൃഷിക്കാരൻ വണ്ടി എടുത്ത് വലിയ വണ്ടി എടുത്തെന്നാണ് പറഞ്ഞത്. വ്യത്യസ്തം കൊണ്ടുവരിക ഫോറിനേഴ്സ് അതിലൊക്കെ ആഗ്രഹിക്കുന്നതാണ്. അല്ലാതെ ഇവിടെ ഇപ്പോൾ ആലപ്പുഴ വന്നു കഴിഞ്ഞാൽ എന്നാ കുറച്ച് ഹൗസ് ബോട്ട് അങ്ങോട്ട് ഇട്ട് നടക്കുന്നത് മാത്രമല്ല ടൂറിസം. നമ്മുടെയൊക്കെ സേവനം കേരളത്തിന് വേണം. കേരളത്തിൽ ഇന്ന് ഇവിടെ ഡെവലപ്പ് ചെയ്ത് വലിയ മാറ്റം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതിൽ നമ്മളൊക്കെ സംബന്ധിച്ചുള്ള ഇനിയിപ്പം അടുത്തൊരു ലെവലിലേക്ക് പോകേണ്ട സമയമായി. ചേട്ടൻ ഇപ്പോൾ പറഞ്ഞൊരു കാര്യം ഉണ്ടല്ലോ, ചേട്ടന് ഒരു ദിവസം ചേട്ടൻ ഇടുന്ന വില 5,000 രൂപ എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായിരിക്കുന്ന ചേട്ടൻ്റെ ആ ഒരു യാത്ര അത്ര സുഖകരമായിരുന്നില്ല. ഇപ്പോൾ സക്സസ്ഫുൾ ആയിട്ട് ഇങ്ങനെ എൻ്റെ മുന്നിൽ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. ഞാനിപ്പോൾ ചേട്ടൻ ഇൻ്റർവ്യൂ ചെയ്യണം ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള കൃഷിക്കാരൻ എന്ന രീതിയിൽ. ആ ഒരു യാത്ര അത്ര സുഖകരമായിരുന്നില്ല എന്ന് എനിക്കറിയാം. എങ്ങനെയാണ് ഈ ഒരു സക്സസിൻ്റെ രഹസ്യം എന്താണ്? ഏതൊരു മേഖലയിലും എൻ്റെ അഭിപ്രായത്തിൽ താല്പര്യത്തോടു കൂടി ചെയ്യണമെങ്കിൽ നമ്മളൊരു വെറുതെ എന്തെങ്കിലും കാണിച്ച് പോകാൻ പറ്റിയ മേഖലയല്ല കാർഷിക മേഖല. കാർഷിക മേഖല എന്നാൽ ഏത് മേഖലയിലും ചിലപ്പോൾ വലിയ ഹൈപ്പൊക്കെ വീഡിയോസൊക്കെ ഇഷ്ടംപോലെ സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ടാവും. അത് കണ്ടിട്ടൊന്നും ഇന്നത്തെ വന്നിട്ട് കാര്യമില്ല. കാർഷിക മേഖലയിലൊക്കെ ഇടപെടുമ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ കുറച്ച് ചെയ്ത് തുടങ്ങി പതിയെ ഡെവലപ്പായി വരുന്നതാണ് നല്ലത്. ഇപ്പോൾ കേരളത്തിൽ ഒരു പ്രത്യേകിച്ച് ഹൈലി ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യും. കാർഷിക മേഖലയല്ല എല്ലാ മേഖലയിലും എല്ലാവരും കൊണ്ടുവന്ന് ഭയങ്കരമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യും. പ്രത്യേകിച്ച് പ്രവാസികളൊക്കെ ഭയങ്കരമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യും, പക്ഷേ പരാജയപ്പെടും. അപ്പോൾ നമ്മൾ കുറച്ച് സ്ലോലി ഗ്രോത്താണ് എപ്പോഴും നല്ലതൊരു സ്റ്റെബിലിറ്റി ഉണ്ടാവും. അപ്പോൾ ഞാൻ അങ്ങനെ വന്നാണ്. അപ്പോൾ അതുകൊണ്ട് ഓരോ സമയത്തും ഉണ്ടാകുന്ന പ്രതിസന്ധികളും പ്രയാസങ്ങളൊക്കെ കൃത്യമായിട്ട് ജീവിതത്തിലായാലും കൃഷിയിലായാലും ഒക്കെ അനുഭവിച്ച് വന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ വിഷയങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ടാകുമ്പോൾ എനിക്ക് ഈസി ആയിട്ട് തന്നെ തരണം ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പം ഒരു സ്ഥലത്തൊക്കെ കൃഷിയിലായാലും നഷ്ടം സംഭവിച്ചാൽ ഞാനിച്ചിരി എൻ്റെ പണി കൂട്ടും, വർക്കിംഗ് ടൈം കൂട്ടും. കാർഷിക മേഖലയിലൊക്കെ വന്ന് തുടങ്ങിയിട്ട് എൻ്റെ വർക്കിംഗ് ടൈം വെച്ചാൽ ഒരു 12-16 മണിക്കൂറാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയ തന്നെ കുറേ ഹാൻഡിൽ ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ അപ്ഡേറ്റ് ആയിട്ട് നിൽക്കണം. കൃത്യമുള്ള നമ്മളെ ഇഷ്ടപ്പെടുന്നവർക്ക് കൃത്യമുള്ള വീഡിയോസ് കൊടുക്കണം. നമ്മളെ പ്രൊഡക്ഷൻ കൃത്യമാക്കണം. നമ്മൾ ഇത്ര സ്റ്റാഫിന് നിലനിർത്തണം, സാലറി കൊടുക്കണം. അപ്പോൾ അങ്ങനെയുള്ള പല കാര്യങ്ങളെല്ലാം കൂടെ അപ്ഡേറ്റ് ചെയ്യുമ്പോഴാണ് ഇതൊക്കെ നന്നായിട്ട് പോകാൻ പറ്റുന്നത്. അപ്പോൾ ഈ കാർഷിക മേഖലയിലൊക്കെ നമ്മളെന്തെങ്കിലും ഒരു കാരണവശാലും നമുക്ക് കയ്യിൽ നിന്നിട്ട് സാലറി കൊടുക്കുന്ന രീതിയിലേക്ക് നമ്മൾ വരുത്താറില്ല എന്നുള്ളതാണ്. എപ്പോഴും പ്രൊഡക്ഷൻ ഉണ്ടാവും. ആ പ്രൊഡക്ഷൻ കൊണ്ട് നമ്മൾ സാലറി കൊടുത്തു പോകും. ആഴ്ചയിലൊക്കെ എനിക്കൊരു 35,000 രൂപയ്ക്ക് മേൽ 30,000-40,000 രൂപ സാലറി നമുക്ക് കൊടുക്കണം. അപ്പോൾ അതിൽ ഈ വർഷത്തെ ടേൺ ഓവർ ഈ വർഷത്തെ ഒരു പ്രൊഡക്ഷൻ എന്ന് വെച്ചാൽ 1 കോടി രൂപയ്ക്ക് മേളിലാണ് നമ്മൾ പ്രധാനമായിട്ടും ഇൻകം ജനറേറ്റ് ചെയ്തത്. ഈ കാർഷിക മേഖല ഞെട്ടിപ്പോവും. കഞ്ഞിക്കുള്ളി ചൊരിമണലില്ലാന്നാണ് അത്ര റിസ്ക്കുള്ള കാർഷിക മേഖലയിലെ നഷ്ടക്കണക്ക് മാത്രം പറയുന്നൊരു മേഖലയിൽ നിന്നാണ് നമുക്ക് ഇത്ര പ്രൊഡക്ഷൻ നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റിയെന്നുള്ളതാണ്. ഇപ്പോൾ എൻ്റെ ഒരു രീതി എന്ന് വെച്ചാൽ പ്രധാനമായിട്ടും ഇടവിളയാണ്, ഹൈ ഡെൻസിറ്റി ഫാമിംഗ് ആണ്. ചീരക്ക് കേരളത്തിലെ ഏറ്റവും വില കിട്ടുന്ന സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ ചേർത്തലയാണ്. അപ്പോൾ അത് ആ സാധ്യതകൾ നമ്മൾ പറയാം. ഓരോ പ്രദേശത്തും ഓരോ സാധ്യതകളുണ്ടാവും. ഇപ്പോൾ കൊടുങ്ങല്ലൂരാണെങ്കിൽ പൊട്ടുവളരിക്ക് ഫേമസ് ആണ്, ഇല്ലേ? ഇപ്പോൾ കാന്തല്ലൂരാണെങ്കിൽ പാഷൻ ഫ്രൂട്ടിന് ഫേമസ് ആയ സ്ഥലമാണ്. അപ്പോൾ ഓരോ സ്ഥലത്തും പീക്കായിട്ടുള്ള ഐറ്റം ഉണ്ടാവും. നമ്മുടെ അവിടുത്തെ ചേർത്തല കൃഷിക്കാരെ ഏറ്റവും ഫോക്കസ് ചെയ്ത് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ വരുമാനം എല്ലാ കർഷകരും ഉണ്ടാക്കുന്നതും പ്രധാനമായിട്ടും ചീരയാണ്. ഇവിടെയൊക്കെ എത്ര ഉൽപ്പാദിപ്പിച്ചാലും അത്യാവശ്യം ഡിമാൻഡുള്ളത് എന്നുള്ളതാണ്. അതായത് മഴക്കാലത്താണെങ്കിൽ പോലും ഒരു 80 രൂപ മിക്ക സമയത്തും കിട്ടാറുണ്ട്. വേനൽക്കാലത്ത് ചില സമയത്ത് നല്ല സീസണായ സമയത്ത് മാത്രമേ ഒരു 50-60 രൂപയിലേക്ക് പോകത്തുള്ളൂ. ബാക്കി എല്ലാ സമയത്തും ന്യായമായ വില കിട്ടും. അപ്പോൾ ഇതാണ് പ്രധാനമായിട്ടും കൃഷിക്കാരുടെ എല്ലാം പ്രധാന സോഴ്സ് ഇതാണ്. അപ്പോൾ അങ്ങനെ ഓരോ സമയത്തും ഇപ്പോൾ ഒരു 15 ലക്ഷം രൂപയുടെ ചീര ഒരു വർഷത്തിൽ ഇടവിലായിട്ട് ചെയ്തുണ്ടാക്കും. അപ്പോൾ കുക്കുംബർ ആണെങ്കിൽ ഒരു 15 to 20 ലക്ഷം രൂപയുടെ കുക്കുംബർ. അപ്പോൾ അങ്ങനെ ഈ ഒരു വർഷത്തെ കണക്കാണ് ഞാൻ പറയുന്നത്. പാവലൊക്കെ ആണെങ്കിൽ അത്ര ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കത്തില്ല. പാവൽ ഇച്ചിരി റിസ്ക് ഉള്ള കൃഷിയാണ്, പന്തലിടണം. അപ്പോൾ അങ്ങനെയുള്ള മെയിൻ്റനൻസിനൊക്കെ ഇച്ചിരി പാടാണ്. അപ്പോൾ ഒരു 4-5 ലക്ഷം രൂപയുടെ പാവൽ അങ്ങനെയുള്ള കൃഷിക്കാണ് നമ്മൾ പ്രധാനമായിട്ട് കൊടുക്കുന്നത്. വെണ്ടയൊക്കെ നമുക്ക് എപ്പോഴും വിളവെടുക്കുന്ന സിസ്റ്റം ഉണ്ടാവും. വെള്ളരി ചെയ്യണ സീസൺ സമയത്ത് വെള്ളരി വളരെ കൂടുതലായിട്ട് ചെയ്യും. തണ്ണിമത്തൻ ചെയ്യും, പൊട്ടുവെള്ളരി ചെയ്യും. അതൊക്കെ ഫ്രൂട്ട് ഐറ്റമാണ്. അതൊക്കെ ഡിമാൻഡ് വരുന്നത് ജനുവരി മാസമാണ്. അപ്പോൾ ആ സമയത്ത് അതിനും കൂടുതൽ പ്രാധാന്യം കൊടുക്കും. ഇപ്പറേ നമ്മുടെ കസ്റ്റമേഴ്സിനെ നമ്മൾ റെഗുലറായിട്ട് നിർത്തേണ്ടതായിട്ടുണ്ട്. നമ്മളിപ്പോൾ മാർക്കറ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പം നമ്മുടെയൊക്കെ വാങ്ങിക്കുന്നവർക്കൊക്കെ അറിയാം 10-20 ഐറ്റം പച്ചക്കറിയാണ് റെഗുലറായിട്ട് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതും കട്ട് ചെയ്തെന്ന് വെച്ചാൽ വിളവെടുത്ത് 2 മണിക്കൂറിൽ കസ്റ്റമേഴ്സിലേക്ക് എത്തുകയാണ്. അപ്പോൾ ഓരോ ദിവസവും ചെല്ലും തോറും കസ്റ്റമേഴ്സിൻ്റെ എണ്ണം കൂടി വരുന്നതാണ്. അപ്പോൾ നമ്മളൊക്കെ ഇഷ്ടം അതാണ്.
നമ്മുടെ ഉൽപ്പന്നം നോക്കിയ ഒരു കസ്റ്റമർ നിൽക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു മാനസികമായ സന്തോഷം ചെറുതൊന്നുമല്ല. അപ്പോൾ നമ്മുടെയൊക്കെ ആ തുടക്ക സമയത്ത് എൻ്റെ വാല്യൂ 0 ആയിരുന്നു. കാരണം ചിലർക്ക് കാശുമെല്ലാം ഇടപെട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ടാലിയായിട്ട് പോവും, ഒന്നും കിട്ടാത്തവരും. പിന്നെ ഓരോ ഡീൽസിൽ നിന്നും ഓരോ കാര്യങ്ങൾ നമ്മൾ പഠിച്ച് ഡെവലപ്പാക്കി ഇപ്പോൾ ഒരു നല്ലൊരു സിസ്റ്റത്തിലേക്ക് വന്നു. ഇപ്പോൾ കേരളത്തിലാണെങ്കിലും പച്ചക്കറി കൃഷിക്ക് സാധ്യതകളുണ്ട്. അത് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്ത് നിൽക്കുക എന്നുള്ളതാണ്. ഓരോ സാധ്യതയ്ക്കനുസരിച്ച് കൃഷി ചെയ്യുക എന്നുള്ളതാണ്. ഓരോ സീസൺ അനുസരിച്ച് പ്രധാനമായിട്ടും കൃഷി ഇതിനു മുമ്പ് ചെയ്യേണ്ടത് മറ്റുള്ള സ്റ്റേറ്റാണ്. അപ്പോൾ അവർക്ക് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അറിയാം, അതനുസരിച്ച് അവർ ചെയ്യും. അപ്പോൾ നമ്മൾ അതൊക്കെ കണ്ട് പഠിച്ച് തുടങ്ങിയിരിക്കുന്നുള്ളതാണ്. ഇപ്പോൾ റംബൂട്ടാൻ സാധ്യതയുള്ളത്. ഇപ്പം കൂടുതലായിട്ട് സ്ഥലമുള്ളവർക്കാണ് റംബൂട്ടാൻ കൃഷിയിലൊക്കെ വരികയാണെങ്കിൽ നല്ല വരുമാനം ഉണ്ടാക്കാം. പ്രധാനമായിട്ടും ജൂൺ ജൂലൈ മാസമാണ് റംബൂട്ടാൻ ഹാർവെസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ കഴിഞ്ഞ വർഷത്തൊക്കെ വില എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 200 രൂപയ്ക്കും 300-350 രൂപയ്ക്ക് വരെ കേരളത്തിൽ റീറ്റെയിൽ വിൽക്കുന്ന സംവിധാനം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഞാനൊരു 5 എണ്ണം വീട്ടാവശ്യത്തിന് വെച്ചിട്ടുണ്ട്. നമുക്ക് സ്വന്തമായിട്ട് സ്ഥലം ഉണ്ടെങ്കിൽ ഞാൻ റംബൂട്ടാൻ കൃഷിക്ക് വലിയ പ്രാധാന്യം കൊടുത്തേനെ. ചേട്ടൻ നേരത്തെ പറഞ്ഞു ചേട്ടൻ ഒരു ദിവസം ഇടുന്ന വില 5000 രൂപയാണെന്ന്. ആ ഒരു യാത്ര അത്ര നിസ്സാരമായിരുന്നില്ല. കഞ്ഞിക്കുടിയിലെ സാധാരണക്കാരനായ സുജിത്ത് എങ്ങനെയാണ് ഇത്രയും സക്സസ്ഫുൾ ആയത്? ആ ഒരു യാത്ര എങ്ങനെയായിരുന്നു? 5000 രൂപയുടെ ഒരു വാല്യൂ ആണ് ഞാൻ കാണുന്നത്. അതെ, ഇപ്പോൾ മോഹൻലാലിനും മമ്മൂട്ടിക്കാണ് എത്ര ലക്ഷക്കണക്കിന് രൂപ അല്ലേ, അവർക്കൊക്കെ ഒരു ദിവസം ഇടുന്ന ഒരു വാല്യൂ 5 ലക്ഷം രൂപയൊക്കെ ആയിരിക്കും, 5-ന് മേലായിരിക്കും. അപ്പം നമ്മൾ 5000 രൂപ ആക്കിയിട്ടുള്ളത് വലിയ കൂടുതലെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു രീതി വന്നം കേരളത്തിൽ. വിദേശ രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ അങ്ങനത്തെ ഒരു സിസ്റ്റം ഉണ്ട് അല്ലേ, നല്ലൊരു വരുമാനം ഉണ്ടാക്കുന്ന. അവിടെയൊക്കെ കൃഷിക്കാരൊക്കെ പോകണമെന്ന് അറിയാം, വലിയ വലിയ വണ്ടിയിലാണ് അവർ പോണത്. ഭയങ്കരമായിട്ട് അവർ ഇൻവെസ്റ്റ് ചെയ്യുകയും ഭയങ്കര റിട്ടേൺ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ കേരളത്തിലും അതിനുള്ള സാധ്യതകളുണ്ട്. പഴയ സിസ്റ്റത്തിലൂടെ മാത്രം സഞ്ചരിക്കാൻ നടക്കില്ല. പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്ത് കൃത്യമായിട്ട് മാർക്കറ്റിംഗ്, ഏതൊരു സംരംഭം വിജയിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രൊഡക്ഷൻ ഈസിയാണ്. ഇപ്പോൾ ഹൈടെക് കൃഷിയൊക്കെ വന്നപ്പോൾ നമുക്ക് ഈസിയായിട്ട് പ്രൊഡക്ഷൻ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് മാർക്കറ്റിംഗ് ആണ് പലപ്പോഴും പലരെയും പരാജയപ്പെടുന്നു. അപ്പോൾ ആ രീതിക്കൊക്കെ നമ്മൾ ഓരോ സമയത്തും മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. കാർഷിക മേഖലയൊക്കെ തുടങ്ങിയ സമയത്തായാലും വലിയ പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ട്. അച്ഛനൊക്കെ ചെറുപ്പത്തിലെ മരണപ്പെട്ട്, അതൊരു വലിയ പ്രതിസന്ധിയായിരുന്നു. അച്ഛൻ ചെറിയ ബിസിനസ്സുകാരനായിരുന്നു. അപ്പം പെട്ടെന്ന് തന്നെ നിട്ടുപോയപ്പോൾ ഭയങ്കരമായിട്ട് ഡൗണായി. 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തായിരുന്നു മരണപ്പെട്ടത്. അപ്പം അമ്മക്ക് പ്രത്യേകിച്ച് വരുമാനം ഒന്നുമില്ല. അന്ന് കുറച്ച് തെങ്ങ് കൃഷി ഉണ്ടായിരുന്നു. അന്നൊക്കെ തെങ്ങ് കൃഷി വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ കൊണ്ടുപോകും. തേങ്ങയ്ക്ക് വില കുറവുണ്ടെങ്കിൽ പോലും തെങ്ങ് അങ്ങോട്ട് കൃത്യമായിട്ട് സംരക്ഷിക്കുകയും ചെയ്യും. എന്തെങ്കിലുമൊക്കെ 10,000 രൂപ എല്ലാം കഴിഞ്ഞിട്ട് മിച്ചം കിട്ടും. തേങ്ങ ഉണ്ടാകുമായിരുന്നു. എനിക്ക് തോന്നുന്ന വീട്ടിൽ നിന്ന് തന്നെ ഏകദേശം ഒരു 10,000-3000 തേങ്ങ ഇടുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ അത് 2-ാം മാസം കൃത്യമായിട്ട് ഇടും. മാത്രമല്ല ചില വീട്ടിലൊക്കെ വിരുന്ന് പോകും. വിരുന്ന് പോകുന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ അവിടെ നിന്ന് ചിലപ്പോൾ ഒരു 500 രൂപ കിട്ടും, 200 രൂപ കിട്ടും. അപ്പോൾ ഇതൊക്കെ കിട്ടിയിട്ട് വേണം നമുക്ക് കാര്യങ്ങൾ ഓടിക്കാൻ. അപ്പോൾ അങ്ങനെയുള്ള പലരും നമ്മളെ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് തട്ടിയും മുട്ടിയും ഒക്കെ 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ച് ആ സമയത്തൊക്കെ തന്നെ കുറച്ച് കൃഷിയുണ്ട്. അമ്മയിട്ട് കൃഷി ചെയ്യും, പരമ്പരാഗത ചെയ്യും. അന്ന് ചീരയും പയറും വെണ്ടയൊക്കെയാണ് ചെയ്യണത്. ചെറിയൊരു വരുമാനം കിട്ടും. നെയ്ക്കുമ്പളം കാണുന്ന ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നും ഇന്നുമൊക്കെ നെയ്ക്കുമ്പളം പ്രധാനമായിട്ടും കൃഷി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് കട്ടിലിന് താഴെ ഇടും, പച്ചമരുന്നുകളെ കൊടുക്കും. അപ്പോൾ അതും ചെറിയൊരു ഇൻകം ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാർഷിക മേഖല തുടക്കം. 10ാം ക്ലാസ് ഒക്കെ പഠിച്ച്, 10ാം ക്ലാസ് എനിക്ക് വലിയ മാർക്കൊന്നുമില്ല, 218 മാർക്കാണ് ഉണ്ടായിരുന്നത്, വലിയ മാർക്ക്. പിന്നെ അത് കഴിഞ്ഞിട്ട് എങ്ങും ഗവൺമെൻറ് സ്കൂളിൽ നിന്ന് കിട്ടാണ്ട് പ്രൈവറ്റിലാണ് ഞാൻ പഠിച്ചത്. പ്രൈവറ്റിൽ പോയിട്ട് എനിക്ക് +2 സെക്കൻഡ് ക്ലാസ് കിട്ടി. അപ്പോൾ അതിനുശേഷം ഇതും കൊണ്ട് നടന്നിട്ട് കഴിഞ്ഞപ്പോൾ വലിയ വേലും പഠിത്തത്തിലൊക്കെ വലിയ ബ്രില്യൻ്റ് അല്ല, എന്തായാലും ജോലി എന്ന രീതിയിലാണ് ഞാൻ വന്നത്. പെട്ടെന്ന് തന്നെ വരുമാനം കണ്ടതില്ലെങ്കിൽ ഓടിയില്ല. ചേട്ടനും ഉണ്ടല്ലോ, ചേട്ടനും ഉണ്ട്. അപ്പോൾ ചേട്ടന് ചെറിയ ജോലിയുണ്ട്. ചേട്ടൻ IT ആണ് പഠിച്ചത്. ഞങ്ങളെല്ലാം ഒരു വീട്ടിലാണ് താമസിച്ചിരുന്നത്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും പെട്ടെന്ന് കിട്ടാവുന്ന ജോലി ഡ്രൈവിംഗ് പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു 18 വയസ്സായപ്പോൾ തന്നെ ഡ്രൈവിംഗ് പഠിച്ച് ഡ്രൈവറായിട്ട് ആദ്യമേ എയ്സയിൽ ഓടി. ചൈരിയായിരുന്നു ഈ കയർ മേഖല. അന്ന് ആലപ്പുഴ സജീവമാണ്, ഇന്നില്ലല്ലോ. അപ്പോൾ അന്ന് ചൈരിയും കൊണ്ടുപോയൊക്കെ 1500 കിട്ടും. കഷ്ടപ്പാടാണ്. ഡ്രൈവിങ് ചെയ്യണം, ചൈരി കൊണ്ട് ഇറക്കണം, കയർ റിട്ടേൺ കയറണം, കൊണ്ടുവന്ന് ഓണറുടെ വീട്ടിൽ ഇറക്കണം. വരുമാനം കിട്ടും. ഒരു വലിയ വണ്ടി ഓടണം, അത്ര വരുമാനം നമുക്കൊന്ന് കിട്ടുമായിരുന്നു. അപ്പോൾ അത് നമ്മൾ 1 വർഷം നിന്ന്. അപ്പോൾ എനിക്ക് തോന്നി അന്ന് അപ്ഡേറ്റ് ചെയ്യണമെന്ന് തോന്നി. ഇച്ചിരി വലിയ വണ്ടിയിലായിട്ട് കയറി ലോറിയെ പോയി ബസ് ഡ്രൈവിങ് പഠിച്ച്. അപ്പോൾ അതിനിടക്ക് സർവേ കല്ലിടാൻ പോകും. സർവേ കല്ലിടാൻ പോയി. കോൺട്രാക്റ്റാണ്, എല്ലാ സ്ഥലത്തും കല്ലിട്ട് സർവേ കല്ലിടുന്ന സമയമാണ്. അത് ഈ പാര വെച്ച് കുഴിച്ച് ഇടുക എന്നുള്ളതാണ്. അപ്പോൾ ചേർത്തല മുഴുവനും, ചേർത്തല ഒരുപാട് പ്രദേശമൊക്കെ പണ്ട് തന്നെ കണ്ടവരുണ്ടാവും കല്ലൊക്കെ ഇടാൻ നടന്ന്. പിന്നെ മണ്ണ് ഇഷ്ടംപോലെ അവിടെയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ നല്ല വെള്ള മണ്ണാണല്ലോ. അപ്പോൾ അതൊക്കെ എനിക്ക് തോന്നുന്നത് എനിക്കൊരു 50,000 രൂപയ്ക്ക് മേലെ അന്നൊക്കെ ഞാൻ
മണ്ണ് പണിക്ക് മാത്രം. അതല്ല, നമ്മളൊക്കെ അന്ന് സുഹൃത്തുക്കളൊക്കെ ആ മേഖലയൊക്കെ അന്ന് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് അങ്ങനെ പല പല കെട്ടിടം പണിക്ക് നിന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പല പല മേഖലയിലൊക്കെ നടന്ന് ഇച്ചിരി ഒന്ന് അടുത്തൊരു, അപ്പോൾ എൻ്റെ ഒരു ഗ്രോത്ത് ആലോചിച്ച് നോക്കണം. ഓരോ സമയത്തും എനിക്ക് തോന്നി ഒന്ന് വളരണം തോന്നി. അപ്പോൾ അതിനുശേഷം ഞാൻ എറണാകുളത്ത് ഒരു സ്ഥാപനത്തിൽ ഇൻ്റർവ്യൂവിന് പോയി. അവിടെ 25,000 ബോണ്ട് കൊടുത്ത്. അപ്പോൾ തന്നെ ഈ പഠിക്കുന്ന സമയത്ത് തന്നെ ഈ ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിച്ചിട്ടുണ്ടായിരുന്നേ, അത് ഞാൻ നേരത്തെ പറഞ്ഞില്ല. അപ്പോൾ അന്ന് പൈസ 7,500 രൂപ കൊടുക്കണമായിരുന്നു, അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമാണ്. അപ്പോൾ അന്ന് ആ പൈസ കണ്ടെത്തിയത് ഒരു ആഞ്ഞിൽ നിൽപ്പുണ്ടായിരുന്നു, വലിയ എനിക്കൊന്നൊരു 60-80 ഇഞ്ച് വണ്ണമുള്ളൊരു ആഞ്ഞിൽ വെട്ടിക്കൊടുത്ത് 7,500 രൂപ കിട്ടി. അപ്പോൾ അതാണ് ഞാൻ ഹോട്ടൽ മാനേജ്മെൻറ്റ് കൊടുത്തത്. അന്ന് 9,000 രൂപ എനിക്കൊന്ന് ഫീസ്, ചേർത്തല്ല പഠിച്ചത്. അപ്പോൾ അത് പഠിച്ചത് കംപ്ലീറ്റ് ആക്കാനും പറ്റില്ല. അപ്പോൾ ആ പൈസ എന്നുണ്ടെങ്കിൽ വെറുതെ പോയി. അപ്പോൾ ഈ പൈസ ഓരോന്ന് പോകുമ്പോഴും അത് നമ്മൾ ചങ്ക് പിടച്ചിട്ടിരിക്കുകയാണ്, വരുമാനം വരുന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ പഠിച്ച് ഒരാ സമയത്ത് കളഞ്ഞ് പിടിച്ചൊക്കെ അങ്ങനെയൊക്കെ പല പല കാര്യങ്ങൾ വന്ന് വേറെ പ്രൈവറ്റ് മേഖല ജോലി ആകുമ്പോൾ അടിപൊളിയായിട്ട് നടക്കാം, പൈസ കുറവാണെങ്കിൽ അടിപൊളിയായിട്ട് നടക്കാം. അപ്പോൾ അങ്ങനെയാണ് എറണാകുളത്തൊക്കെ ജോലിക്ക് പോയത്. അവിടെയൊക്കെ വർക്ക് ടൈം വെച്ചാൽ 9 മണിക്ക് കയറി രാത്രി 9 മണി 12 മണിക്കൂറൊക്കെ ജോലി. ഇഷ്ടംപോലെ ഫുഡ് കിട്ടും. വീട്ടിലാണെങ്കിൽ കാര്യമായിട്ടൊന്ന് എന്തെങ്കിലും ഇച്ചിരി മീൻ മേടിക്കണം, വൈകുന്നേരം വരെ അതൊക്കെ തട്ടി മുട്ടിയൊക്കെ പോവും. അപ്പോൾ ആര് തരാണ്. അപ്പോൾ നല്ല ഭക്ഷണം കൂടെ കഴിക്കാവുന്ന രീതിയിൽ നമ്മൾ എറണാകുളത്ത് അവിടെ നമ്മൾ തന്നെ മെനു തീരുമാനിക്കണം. അവിടെയൊക്കെ നല്ല ഭക്ഷണം കഴിക്കാം, 10,000-15,000 രൂപ മിച്ചവും കിട്ടും. അങ്ങനെയൊക്കെ നടന്ന് 3 വർഷമായപ്പോഴേ കൃത്യം ബോണ്ട് 25,000 ബോണ്ടായിരുന്നു. അതൊക്കെ അവിടെ നിന്ന് കടം മേടിച്ചാണ് കൊടുത്തത്. അതുകൊണ്ട് വീട്ടിൽ പോന്നിട്ട് കാര്യമില്ല, അത് 25,000 രൂപ പോവും, പണിയും പോവും. അപ്പോൾ ആ 3 വർഷം തികയണമെന്ന് ഞാൻ റിസൈൻ ചെയ്ത് വന്ന് ഒരു ഹോട്ടൽ തുടങ്ങി. ഹോട്ടലിൽ അവിടെ നിന്നൊക്കെ ചെറിയ പൈസയൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ മേടിച്ച് ഹോട്ടൽ തുടങ്ങി. ഒരു മാസം 1.5 മാസം ആയപ്പോൾ തന്നെ മനസ്സിലായി ഇത് കഷ്ടപ്പാടിനനുസരിച്ചുള്ള റിട്ടേൺ കിട്ടുന്നില്ല. ഏതൊരു ബിസിനസ് സംരംഭമായാലും നമ്മൾ നന്നായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളൊക്കെ ഹാർഡ് വർക്ക് ചെയ്തിട്ട് പോലും നമുക്കതിനൊരു ഇൻകം നമുക്ക് കണ്ടെത്താൻ പറ്റില്ല. അപ്പോൾ ഞാൻ മനസ്സിലാക്കി വെറുതെ ഈഗോ അടിച്ചിരുന്നിട്ട് കാര്യമില്ല, പോയത് പോയി. അപ്പോൾ ഞാനത് അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. പിന്നെ വേറെ ഇടപെടാൻ പറ്റിയ മേഖലയില്ല, വിദ്യാഭ്യാസം ഇല്ലല്ലോ. പഠിക്കേണ്ട കാലത്ത് പഠിക്കാൻ പോയിരുന്നെങ്കിൽ എവിടെയെങ്കിലൊക്കെ കയറായിരുന്നു. ഇംഗ്ലീഷാണ് ലെവലേഴ്സേ ഇല്ല. അല്ലെങ്കിൽ പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ. അതല്ല, ഞാൻ നേരത്തെ പറഞ്ഞ് വിട്ടുപോയൊരു കാര്യമുണ്ട്. ഹൗസ് ബോട്ടെ പാചകക്കാരുടെ സമയത്ത് കുക്കായിട്ട് പോയി. അത് വെച്ചാൽ ഹോട്ടൽ മാനേജ് പഠിച്ചിട്ട് മാത്രമല്ല, ഈ കൂട്ടുകാരൊക്കെ കൂടിയിരുന്ന് പാചകം ചെയ്ത് കഴിക്കുന്ന ഒരു പരിപാടി വണ്ടേ ഉണ്ട്. അപ്പോൾ ഞാനാണ് അന്ന് കുക്ക്. അപ്പോൾ അതിൻ്റെ വെച്ച് കുക്കായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള മേഖലയിലൊക്കെ നടന്ന്. അപ്പോൾ വേറെ മേഖല ഒന്നുമില്ല. അപ്പോൾ പണ്ട് നമ്മൾ പഠിക്കുന്ന കാലത്ത് തന്നെ പാർട്ട് ടൈമായിട്ട് ഇടപെട്ട മേഖല കാർഷിക മേഖലയാണ്. അപ്പോൾ അതിൽ ചെറുതായിട്ടൊന്ന് കൈ കൊടുക്കാൻ നോക്കി. അതിലൊക്കെ വന്ന് കൃഷിഭവനായിട്ട് കണ്ട്, പഞ്ചായത്തിലേക്ക് കണ്ട്. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ ഒരു ഇൻട്രസ്റ്റ് കാണിച്ച്. പ്രത്യേകിച്ച് ഒരു പയ്യനാണെന്ന് ഓർക്കണം, മീശമുളക്കാത്തൊരു പയ്യനായിരുന്നു. അപ്പോൾ അന്ന് അവരൊക്കെ അത്ഭുതത്തോടെ ആയിരിക്കും അന്നൊക്കെ കണ്ടിരിക്കണത്. അപ്പോൾ നമ്മളന്ന് കണ്ട് പുതിയ കാര്യങ്ങൾ പഠിച്ച് നമ്മൾ നടപ്പാക്കി. അപ്പോൾ അങ്ങനെ ഓരോ സമയത്തും 2014 സംസ്ഥാന സർക്കാരിൻ്റെ അവാർഡ് 1,00,000 രൂപ, ഒരു ഗോൾഡ് മെഡൽ. അപ്പോൾ അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് വിനിയോഗിച്ചെന്നുള്ളൂ. ഈ തുടക്കത്തിൽ തന്നെ പൈസയുടെ വാല്യൂ പറഞ്ഞു വന്നുകൊണ്ട് അമിതമായിട്ടുള്ള പൈസ അന്നും കളയാറില്ല, ഇന്നും കളയാറില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ പൈസയൊക്കെ കൊണ്ട് 2016-17 എനിക്ക് ഞാനൊരു ഫോക്സ്വാഗൻ്റെ വണ്ടി എടുത്ത്. അന്ന് വലിയ ചർച്ചയായിരുന്നു, കൃഷിക്കാരൻ വണ്ടി എടുത്ത്, വലിയ വണ്ടി എടുത്തെന്നാണ് പറഞ്ഞത്. അന്ന് ഞാൻ എടുത്തതിൻ്റെ 6,00,000 രൂപ 7,00,000 രൂപ വണ്ടിയാണ് എടുത്തത്, അത് വേറെ കാര്യം. അപ്പോൾ അത് ഞാൻ അടച്ച് തീർന്നപ്പോഴത്തന്നെ ഞാൻ എൻ്റെ ലോൺ അടവൊക്കെ തീർന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ആ വണ്ടി കൊടുത്ത് പുതിയൊരു അപ്ഡേഷൻ എന്ന രീതിയിലാണ് ഞാൻ ഓഡിയിലേക്ക് വന്നത്. അതായത് നമ്മുടെ ജീവിതസാഹചര്യം മാറുമ്പോൾ നമ്മളനുസരിച്ച് അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്കൊരു ഈ കാർഷിക മേഖലയിൽ നിന്ന് വരുമാനം കണ്ടെത്താൻ പറ്റുമെന്ന് ഉറപ്പായി. അത് ആ ഉറപ്പ് ഇപ്പോഴും ആർക്കാർക്കില്ലേ. എന്തും എങ്ങനെയെങ്കിലും ഇടപെടാമെന്നുള്ള രീതിയിലാണ്, അല്ല എന്തും വരട്ടെന്ന രീതിയിലാണ്. പക്ഷേ എനിക്ക് അറിയാം കാർഷിക മേഖലയിൽ എനിക്ക് ഈ മേഖലയിൽ ഞാൻ പ്രാപ്തനാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഒരു പുതിയ അപ്ഡേഷൻ ഓഡി കാറിലെ എന്നുള്ളൊരു വന്നത്. മാത്രമല്ല അതിനു മുമ്പ് തന്നെ ഒരുപാട് വ്യത്യസ്തങ്ങളായ കാർഷിക മേഖലയിൽ ഇടപെടാൻ പറ്റി എന്നുള്ളതാണ്. ഒരുപാട് ചേഞ്ച് വരുത്താൻ പറ്റി. ചേർത്തലയിൽ തന്നെ ഒരുപാട് സ്കൂളുകളിൽ എനിക്ക് മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റി. അതല്ല, കേരളത്തിലെ എല്ലാ ജില്ലയിൽ നിന്നും 10,000-കണക്കിന് ആൾക്കാരാണ് എൻ്റെ കൃഷിയിടത്ത് ഈ 10 വർഷത്തിനുള്ളിൽ വന്നു പോയിട്ടുള്ളത്. വലിയൊരു ചേഞ്ച് കൊണ്ടുവരാൻ പറ്റി. നമ്മൾ ഫ്ലോട്ടിങ് കായൽ ഒഴുകി നടക്കുന്ന കൃഷി അസാധ്യമാണ്. പക്ഷെ കേരളം ഇതുവരെ അതൊരു സാധ്യത മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ്. വ്യത്യസ്തത കൊണ്ടുവരിക, ഫോറിനേഴ്സ് അതിലൊക്കെ ആഗ്രഹിക്കുന്നതാണ്. അല്ലാതെ ഇവിടെ ഇപ്പോൾ ആലപ്പുഴ വന്നു കഴിഞ്ഞാൽ എന്നാ കുറച്ച് ഹൗസ് ബോട്ട് അങ്ങോട്ടും ഇട്ടും നടക്കുന്നത് മാത്രമല്ല ടൂറിസം. നൈറ്റിന് വലിയ പ്രാധാന്യം കൊടുക്കണം. നൈറ്റ് ടൂറിസം ഇല്ലേ. മറ്റുള്ള രാജ്യത്തൊക്കെ പോകുന്ന സമയത്ത് അവിടെ പകൽ മുഴുവനും റോഡുകൾ കാലിയാണ്, രാത്രിയാണ് എല്ലാം സജീവമാണ്. അത് ഇവിടുത്തെ പ്രത്യേകത എന്നാ, ഇവിടെ 9 മണിയാകുമ്പോൾ തന്നെ ഫുള്ള് കാലിയാകും ഇല്ലേ. അപ്പോൾ ടൂറിസം എല്ലാം കൂടെ വരുമ്പോഴേ നമുക്ക്
കൃഷി എല്ലാം കൂടെ കൊണ്ടുവരുമ്പോൾ ഭയങ്കര സാധ്യതകളായിട്ട് മാറും. അപ്പോൾ അങ്ങനെ ഓരോ സമയത്തും പോലെ പോലെ സംസ്ഥാന സർക്കാരിന് തന്നെ 4 സ്റ്റേറ്റ് അവാർഡ് കിട്ടി, ദേശീയ തലത്തിൽ അംഗീകാരം കിട്ടി. കൃഷിയിൽ അതനുസരിച്ച് അപ്ഡേഷൻ നടത്തിക്കൊണ്ടിരുന്നു. അപ്പോൾ ഓരോ സ്ഥലത്ത് ഇപ്പോൾ മറ്റുള്ള സ്റ്റേറ്റിൽ പോയി കണ്ടുപിടിച്ചിട്ടുണ്ട്, മറ്റേ കൃഷി വകുപ്പിൻ്റെയൊക്കെ ടൂറ് മേളകൾ. അപ്പോൾ അതെല്ലാം പുതിയ പുതിയ അപ്ഡേഷനിലൊക്കെ വരുത്തിക്കൊണ്ട് നമുക്ക് കാർഷിക മേഖലയിൽ വലിയൊരു മുന്നേറ്റം സൃഷ്ടിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് മത്സ്യകൃഷിയും ഫ്രൂട്ടും നമുക്ക് വീട്ടാവശ്യത്തിന് വേണ്ട ഫ്രൂട്ടുകളൊക്കെ നമ്മൾ അത്യാവശ്യം ഒരു 8-9 വെറൈറ്റികൾ നമ്മൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. കൂടുതലും വരുമാന മാർഗത്തിനായിട്ട് ചെയ്യുന്നത് പച്ചക്കറിയാണ്. അപ്പം അങ്ങനെ ഇത് ഇത്ര രീതിയിലുള്ള ഒരു ഇൻകം നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. 1 കോടിക്ക് മുകളിൽ പച്ചക്കറിയാണ് ഈ കഴിഞ്ഞ വർഷം വിൽക്കാനായിട്ട് പറ്റിയത്. അപ്പോൾ അതിനകത്ത് കുക്കുംബർ വരും, ചീര വരും, വെണ്ട വരും, പയർ വരും. അപ്പോൾ അതനുസരിച്ചുള്ള ഒരു വ്യത്യസ്ത എമൗണ്ടിലൊക്കെ വരും. പക്ഷേ ഇതെല്ലാം വരുമാനങ്ങളല്ല. കേരളത്തിൽ കൃഷി ചെയ്യുമ്പോൾ ചിലവുണ്ട്. ഇപ്പം മറ്റുള്ള സ്റ്റേറ്റിലൊക്കെ ആണെങ്കിൽ അവിടെ ജൈവവളങ്ങൾ ധാരാളമായിട്ടും കിട്ടും, സ്പേസ് ഉണ്ട്, കാലാവസ്ഥ അനുകൂലമാണ്. അപ്പോൾ ഇവിടെ എല്ലാം നേരെ ഓപ്പോസിറ്റാണ്. അപ്പോൾ ഇതെല്ലാം കവർ ചെയ്ത് കൃഷിക്കാരൊക്കെ പലരും നഷ്ടത്തിൻ്റെ കണക്കുകൾ പറയുമ്പോഴാണ് ഞാൻ ഇത്തരം രീതിയിലേക്ക് വന്നിട്ട് ഒരു ചെറിയൊരു ഇൻകം നമുക്ക് മിച്ചം പിടിക്കാനായിട്ട് പറ്റിയത്. ഇല്ലേ? ഇപ്പോൾ 1 കോടി രൂപയുടെ പച്ചക്കറി എല്ലാം കഴിഞ്ഞ് നമുക്ക് കയ്യിലേക്ക് എല്ലാം മാറ്റി വെക്കാൻ പറ്റിയ ഒരു 10 ലക്ഷം രൂപയായിരിക്കും. ഈ 10 ലക്ഷം രൂപ വരുമാനം മാത്രമല്ല കാണുന്നത്, അതിൽ നിന്ന് കിട്ടുന്നൊരു മാനസികമായൊരു ഉല്ലാസം. ഏത് ജോലിയായാലും നല്ല ആത്മാർത്ഥമായിട്ട് അതിനോടൊപ്പം നിന്ന് ചെയ്യണമെങ്കിലുണ്ടല്ലോ ഒരിക്കലും പരാജയപ്പെട്ടില്ല എന്നുള്ളതാണ്. അതാണ് എൻ്റെ ജീവിതകഥ. അമ്മത്തല്ല ഒരു 5000 രൂപ ഒരു ദിവസം നമ്മൾ വാല്യുള്ള ഒരാളായിട്ട് നമ്മൾ ബിൽഡ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. എന്നെ സംബന്ധിച്ചിടത്തോളം, നിങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം 5000 രൂപ ചിലപ്പം ചെറുതായിരിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വാല്യുബിളായിട്ടുള്ള 5000 രൂപയുടെ വിലയുള്ള ഒരാളായിട്ട് ഒരു ദിവസം മാറാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അമ്മത്തല്ല ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ തന്നെ പല ആഫ്രിക്കൻ കൺട്രിയിൽ നിന്നൊക്കെ നമുക്ക് അവിടെ ചെന്ന് കാർഷിക മേഖല ഡെവലപ്പ് ചെയ്യാൻ നല്ല മണ്ണുള്ള വളക്കൂറുള്ള സ്ഥലമാണ്, ഓഫറുള്ളതുകൊണ്ട് നല്ല സാലറി പറഞ്ഞു. കാരണം അവിടെ കാർഷിക മേഖലയിൽ ഇടപെടാൻ ആളില്ല, നല്ല മണ്ണുണ്ട്. അപ്പം അങ്ങനെയുള്ള വലിയ വലിയ ഓഫറുകളൊക്കെ നിരസിച്ചിട്ടാണ് കേരളത്തിലെ ഈ റിസ്ക് പിടിച്ച സാഹചര്യത്തിൽ നന്നായിട്ട് വിജയിച്ച് പോകാനായിട്ട് സാധിച്ചത്. നമ്മുടെയൊക്കെ സേവനം കേരളത്തിന് വേണം. കേരളത്തിൽ ഇന്ന് ഇവിടെ ഡെവലപ്പ് ചെയ്ത് വലിയ മാറ്റം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതല്ല നമ്മളൊക്കെ സംബന്ധിച്ചുള്ള ഇനിയിപ്പം അടുത്തൊരു ലെവലിലേക്ക് പോകേണ്ട സമയമായി. ഇപ്പോൾ സർക്കാരാണത് തീരുമാനം എടുക്കേണ്ടത്. നമ്മളെയൊക്കെ വേറൊരു ലെവലിലേക്കൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കേരളത്തിലെമ്പാടും ശക്തമായ മാറ്റം, നമ്മൾ ഉദ്ദേശിക്കണമെങ്കിൽ അടിപൊളി മാറ്റം നമുക്ക് കൊണ്ടുവരാൻ കഴിയുമെന്ന് എനിക്ക് ഉറപ്പും ഉണ്ട്. ചേട്ടാ, ഈ പച്ചക്കറി കൃഷി അല്ലാതെ വേറെ കൃഷികളിലേക്ക് അങ്ങോട്ട് എന്താ ചിന്തിക്കാത്തത്? എന്താ ഏറ്റവും പെട്ടെന്ന് റിട്ടേൺ തരുന്നത് പച്ചക്കറിയാണ്. നമുക്ക് ഇല്ലാത്തതും ലാൻഡാണ്. ഇപ്പം നല്ല ലാൻഡുള്ള സ്ഥലം, എനിക്കൊരു 10-20 ഏക്കറുള്ള സ്ഥലം ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ എൻ്റെ പുരടത്തിൽ ഇല്ലാത്ത ഒന്നും ഉണ്ടാകത്തില്ല, അല്ലേ? ഇപ്പോൾ ലീസിനൊക്കെ എടുത്താൽ അതെന്ന് വെച്ചാൽ വർഷങ്ങളായിട്ട് തരാൻ ആഗ്രഹിക്കുന്നവരുണ്ടാകില്ല. അപ്പോൾ ഒരു വർഷത്തൊക്കെ ആയിരിക്കും ഒരു വട്ടത്തിന് തന്നത്. അപ്പോൾ ഏറ്റവും നല്ലത് 2-3 ഒരു സീസണിൽ 2-3 പച്ചക്കറി കൃഷി ചെയ്യുന്നതാണ്. അപ്പോൾ അതാണ് പച്ചക്കറി കൃഷി ചെയ്യുന്നത്. പക്ഷേ എനിക്ക് ആവശ്യമുള്ള ഫ്രൂട്ടുകളൊക്കെ പല വെറൈറ്റികൾ ഞാൻ ചെയ്തുകൊണ്ട്, റംബൂട്ടാൻ, അവക്കാഡോ, മാങ്കോ, ചക്ക, ഇതെല്ലാം നമുക്ക് വീട്ടാവശ്യത്തിന് ചെയ്യുന്നുണ്ട്. ഈ റംബൂട്ടാനൊക്കെ അസാധ്യമായ സാധ്യതയാണുള്ളത്, ചക്കയ്ക്ക് വലിയ സാധ്യതയാണുള്ളത്. ഇപ്പോൾ ചക്കയ്ക്ക് എന്ന് വെച്ചാൽ പണ്ടൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ സീസൺ നോക്കി ഇരിക്കണമായിരുന്നു, ഫെബ്രുവരി മാർച്ച് മാസം. ഇപ്പം എന്ന് വെച്ചാൽ 360 ദിവസവും ചക്ക കിട്ടും. പക്ഷേ ചക്ക നേരത്തെ വാല്യൂ ഇല്ലായിരുന്നു, പപ്പായക്ക് വാല്യൂ ഇല്ലായിരുന്നു. ഇപ്പം എവിടെ കിടക്കണം? ഇപ്പം അതൊക്കെ VIP ഫ്രൂട്ടായിട്ട് മാറി, അല്ലേ? നല്ല പപ്പായ, മറ്റുള്ള സ്റ്റേറ്റിൽ നിന്നൊക്കെ പപ്പായ വരുന്നുണ്ട്. പക്ഷേ ഇവിടെ ഉണ്ടാക്കുന്ന പപ്പായയുടെ ഒരു ഗുണവും ടേസ്റ്റും ഒക്കെ കിട്ടില്ല എന്നുള്ളതാണ്. പപ്പായൊക്കെ കഴിക്കുന്നവർക്കൊക്കെ അതിൻ്റെ സൗന്ദര്യം, മമ്മൂട്ടിയൊക്കെ പപ്പായ നന്നായിട്ട് കഴിക്കുന്നവരാണ്, അല്ലേ? അപ്പോൾ അതൊക്കെ പറഞ്ഞ് തന്നെ ആൾക്കാർ ഒരുപാട് പേര് മമ്മൂട്ടിയൊക്കെ അത്രയും സൗന്ദര്യം കീപ്പ് ചെയ്യണമെന്ന് വെച്ചാൽ ആഹാര രീതിയൊക്കെ ശ്രദ്ധിച്ചിട്ടാണ്, അല്ലേ? ഇപ്പോഴും എത്ര വയസ്സുണ്ടെന്ന് എനിക്ക് 70 വയസ്സുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അവരൊക്കെ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ? അവരൊക്കെ അത്രയും ഇരിക്കുന്നതിൻ്റെ പ്രധാന കാര്യം തന്നെ അവരത്രയും കെയർഫുള്ളാണ്. അവരുടെ മേഖല അവർ ഡെഡിക്കേറ്റഡ് ആണ്. അതാത് മേഖല ഡെഡിക്കേറ്റഡ് ആകുമെന്നുള്ള അവർ പ്രധാനമായിട്ട് അവരുടെ നന്നായിട്ട് മേഖലയിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ, അവരുടെ മേഖലയിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ ആഹാരം, അല്ലേ? പൈസ ഉള്ളപ്പോൾ നമുക്ക് ഇഷ്ടംപോലെ ആഹാരം കഴിക്കാനുള്ള സ്രോതസ് ഉണ്ടാവും. പക്ഷേ നമുക്ക് പലപ്പോഴും കഴിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്, അല്ലേ? അപ്പോൾ ആ രീതിക്കുള്ള കാര്യങ്ങളാണ് അവരൊക്കെ ചെയ്യുന്നത്. അപ്പോൾ കേരളത്തിലായാലും എല്ലാ സാധ്യതയും ഉണ്ട് കൃഷി, എല്ലാ ഫ്രൂട്ടിനും. ഇപ്പോൾ പ്രത്യേകിച്ച് റംബൂട്ടാനുള്ള ഫ്രൂട്ടാണെങ്കിൽ ഇത് ഏറ്റവും വലിയ സാധ്യത വെച്ചാൽ മറ്റുള്ള സ്റ്റേറ്റിൽ റംബൂട്ടാൻ ഈസിയായിട്ട് കൃഷി ചെയ്യാൻ പറ്റില്ല. കേരളത്തിൽ ക്ലൈമറ്റാണ് ഏറ്റവും ബെറ്റർ. ഇത് കൂടുതലും കയറി പോകുന്നത് മറ്റുള്ള സ്റ്റേറ്റിലേക്കാണ്, ഡൽഹിയിലേക്കും മറ്റുള്ള സ്റ്റേറ്റിലേക്കാണ് കയറി പോകുന്നത്. അവിടെ ഭയങ്കര ഡിമാൻഡാണ്. അവിടെ 400 രൂപയ്ക്ക് 500 രൂപയ്ക്ക് മേലാണ് കൊണ്ട് വിൽക്കുന്നത്. ഇപ്പോൾ വിയറ്റ്നാമിൽ പോയ സമയത്ത് അവിടെ റംബൂട്ടാൻ കൃഷി നന്നായിട്ടുണ്ട്. ഇവിടുത്തെക്കാളും ചീപ്പായിട്ട് അവിടെ കിട്ടും. ഞങ്ങളൊക്കെ ഇഷ്ടംപോലെ 2-3 കിലോ ഒറ്റ ഇരിപ്പിന് കഴിച്ചിട്ടുണ്ട് റംബൂട്ടാൻ. ഇപ്പോഴും കഴിക്കും.
ഭയങ്കര ടേസ്റ്റായിട്ട് പിള്ളേർക്ക് ഇഷ്ടപ്പെടുന്ന ഫ്രൂട്ടാണ്. അപ്പോൾ മറ്റുള്ള സ്റ്റേറ്റിൽ വിളയാൻ സാധ്യതയില്ലാത്ത ഫ്രൂട്ടാകുമ്പോഴേ കേരളത്തിൽ കൃഷി വ്യാപിപ്പിച്ചുകൊണ്ട് മറ്റുള്ള സ്റ്റേറ്റിലേക്കും രാജ്യത്തേക്കും എക്സ്പോർട്ട് ചെയ്യാവുന്ന രീതിയിലേക്ക് വരികയാണെങ്കിലുണ്ടല്ലോ വലിയ മാറ്റം. കാർഷിക മേഖല അസാധ്യമായ സാധ്യത. ചക്ക എല്ലായിടത്തും നടക്കില്ല. പിന്നെ ഇവിടെ ചക്ക പിഞ്ച് ചക്കൊക്കെ പിന്നെ ഡിമാൻഡാണ്, കയറിപ്പോയാണ്. അപ്പോൾ എത്രത്തോളം അപ്പോൾ അതിനുള്ള സാധ്യതകൾ ഇപ്പോൾ കേരളത്തിലായാലും കൂടുതലും കൃഷിയൊക്കെ ചക്ക കൃഷി വ്യാവസായികരൊക്കെ കൃത്യമായിട്ട് വളപ്രയോഗം വെള്ളമൊന്നും കൊടുക്കില്ല. ഏതൊരു പച്ചക്കറി ആയാലും ലോങ് ഫ്രൂട്ട് ഏതായാലും കൃത്യമുള്ള പരിചരണം കൊടുത്ത് നല്ലതായിട്ടുള്ള വളവും വെള്ളവും മണ്ണ് പരിശോധന പ്രകാരമുള്ള ചെടിക്കും ആവശ്യമുള്ള ന്യൂട്രിയൻ്റ് കൊടുത്താൽ നല്ല ഈൽഡ് കിട്ടും. പ്രത്യേകിച്ചും എനിക്കാണ് ഈ പരമ്പരാഗത രീതിയിലേക്കുള്ള കൃഷിയൊക്കെ പരമാവധി കുറച്ചുകൊണ്ട് ഇറിഗേഷൻ നമ്മൾ തിരക്ക് പിടിച്ച കാലമാണ്. നമുക്ക് ചിലപ്പോൾ എല്ലാ ദിവസവും ചെടിയുടെ വീട്ടിൽ ഇപ്പം നോക്കാൻ പറ്റിയില്ല. ഇപ്പോൾ ഇറിഗേഷൻ ആണെങ്കിൽ സ്വിച്ചിട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കൽ ഇപ്പോൾ ഫോണിലൂടെയുള്ള സംവിധാനങ്ങളെല്ലാം ഉണ്ട്, എല്ലാം അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള സാധ്യത വരുമ്പോഴേ അങ്ങനെയുള്ള സമയത്തെന്ന് വെച്ചാൽ എല്ലാം വിജയകരമായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. കേരളത്തിലെ എന്ത് കൃഷി ചെയ്താലും ഇപ്പോൾ പാഷൻ ഫ്രൂട്ട് അടിപൊളിയായിട്ട് ചെയ്യാം, മറ്റുള്ള സ്റ്റേറ്റ് ഇത് ഉണ്ടാകത്തില്ല. കേരളത്തിലെ ക്ലൈമറ്റ് ഓക്കെയാണ്. ഇപ്പോൾ വട്ടോടെ പോയപ്പോൾ അവിടുത്തെ പാഷൻ ഫ്രൂട്ട് പോലെ ഉള്ള പാഷൻ ഫ്രൂട്ട് വേറെ എങ്ങും ഇല്ല എന്നുള്ളതാണ്. അവിടുത്തെ ക്ലൈമറ്റിൽ അടിപൊളിയാണ്. പക്ഷേ അവരും വ്യാവസായികത്തിൽ അവിടെ കൃഷി ചെയ്യുന്നില്ലാണ്. അവിടെ ഇപ്പോൾ കാട്ടിൽ നിൽക്കുന്നത് അവർ പറിച്ചുകൊണ്ട് റോഡ് സൈഡിൽ വിൽക്കുന്നത് 200-250 രൂപയ്ക്കാണ്. ആ പാഷൻ ഫ്രൂട്ട് കൊണ്ട് ഇവിടെ നട്ടിട്ട് ആലപ്പുഴ മണ്ണിൽ നട്ടിട്ട് അത്ര സക്സസ് അല്ല. പക്ഷെ അവിടെയൊക്കെ അതിനുള്ള സാധ്യതയുള്ള സ്ഥലമല്ല. അവിടെ വെളുത്തുള്ളി, ഉരുളക്കിഴങ്ങ് ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള സാധനമാണ്. ഇവിടെ ഭയങ്കര ടേസ്റ്റാണ്. അതൊക്കെ മറ്റുള്ള സ്റ്റേറ്റിലേക്കാണ് പോകുന്നത്. അതൊക്കെ ഉപയോഗിക്കാവുന്ന രീതിയിലേക്ക് നമ്മളിവിടെ കൊണ്ടുവരണം. ആവശ്യക്കാർക്ക് ഉപയോഗിക്കാവുന്ന രീതിയിലേക്ക് ഇവിടെ കൊണ്ടുവന്ന് മാർക്കറ്റിൽ നിന്ന് അവർക്ക് നല്ല വില കൊടുക്കണം. അപ്പം അങ്ങനെയൊക്കെ വരിക എന്നുള്ളതാണ്. അവിടെ സാധ്യതയുള്ള സാധനങ്ങൾ അവിടെ നല്ല പ്രീമിയം ആയിട്ട് ഉൽപ്പാദിപ്പിക്കുക, മറ്റുള്ള സ്ഥലത്തേക്ക് മാർക്കറ്റ് ചെയ്യുക. ഇവിടെ പാഷൻ ഫ്രൂട്ട് വേറെ വെറൈറ്റി അടിപൊളിയായിട്ട് പിടിക്കും, ഭയങ്കരമായിട്ട് പിടിക്കും. ഇതിന് ഡിമാൻഡുണ്ട്. സ്കോഷാക്കി മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റാം. ഇവിടെ കൂടുതലും പച്ചക്കറിയൊക്കെ കൺവേർട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് കൂടുതലും നടക്കുന്നത്. കോടിക്കണക്കിന് രൂപയാണ് മുടക്കുന്നത്. ഇത്രയും വില നമ്മൾ പച്ചക്കറി ഉൽപ്പാദിപ്പിച്ച് വരുമ്പോൾ നല്ല വില വരും. മില്ലറ്റിനൊക്കെ നല്ല വില വരും ഇല്ലേ? മില്ലറ്റിനെ കൊണ്ട് ഇവിടെ അമിതമായിട്ട് പ്രൊഡക്ഷൻ ഇല്ലാത്ത സാധനം കൊണ്ട് ഇവിടെ യൂണിറ്റ് വെച്ചിട്ട് കാര്യമുണ്ടോ? അപ്പോൾ ഇവിടെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കൃഷി കൂടുതലുള്ള സാധനങ്ങൾ, സാധ്യതയുള്ള സാധനങ്ങൾ കൃത്യമായിട്ട് ഉപയോഗിക്കുക. അതുപോലെ തന്നെ പൈനാപ്പിൾ ഇല്ലേ, മൂവാറ്റുപുഴ സൈഡിലൊക്കെ പോയി കഴിഞ്ഞാൽ പൈനാപ്പിൾ എനിക്കൊന്ന് ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ പൈനാപ്പിൾ അവിടെ നിന്നാണ് പ്രൊഡക്ഷൻ ചെയ്ത് പോകുന്നത് ഇല്ല. അവിടുത്തെ മണ്ണിന് അതിൻ്റെ സാധ്യതയുണ്ട്. കോടിക്കണക്കിന് ഇവിടെ പൈനാപ്പിളാണ് ഓരോ ദിവസവും അവിടുന്ന് മാർക്കറ്റ് ചെയ്യപ്പെടുന്നത് ഇല്ലേ. അപ്പോൾ അതനുസരിച്ചുള്ള സാധനങ്ങൾ അവിടെ ചെയ്യുമ്പോൾ ഒരു സക്സസ് ആയിട്ട് ചെയ്യാൻ പറ്റി. ആയിരക്കണക്കിന് മേലിൽ കൃഷിക്കാരാണ് പൈനാപ്പിൾ കൃഷിയുടെ മാത്രം ഒരു വരുമാനം കണ്ടത്. നമ്മത്തിൽ അവിടെയൊക്കെ നല്ല പുരയിടത്തിനൊരു പാട്ടമുണ്ട്. അപ്പോൾ അങ്ങനെ ഡെഡായി കിടക്കുന്ന സാധനങ്ങൾ, ഡെഡായി കിടക്കുന്ന സ്ഥലങ്ങൾ കൃത്യമായിട്ടൊക്കെ ഉപയോഗിച്ചാൽ തന്നെ നമുക്ക് ഒരുപാട് സാധ്യതയായി. നമ്മത്തിൽ ഇവിടെ കേരളത്തിൽ വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങൾ, നെൽകൃഷി ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങൾ, അപ്പോൾ കൃത്യമുള്ള മറ്റുള്ള പച്ചക്കറി കൃഷിക്ക് അനുയോജ്യമാക്കി മാറ്റുക എന്നുള്ളതാണ്. അവരെല്ലാം നികത്തി കുറേ വീട് വെച്ചിട്ട് കാര്യമില്ല, കൃഷിയിടങ്ങൾ വേണം. ഇപ്പോൾ പണ്ടൊക്കെ ഒരു 50 സെൻറ്റ് സ്ഥലത്ത് 4-5 കുളങ്ങളുണ്ടാവും, എല്ലാം മൂടിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളപ്പൊക്കം. ഇപ്പോൾ ഞാനൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്ത് ജൂൺ 5-നാണ് അന്ന് മഴ. ഇപ്പം അതാണ്, ഇപ്പം മാറി. ഇപ്പം ന്യൂനമർദ്ദം കഴിഞ്ഞ ദിവസം പെയ്ത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ വരുത്തി വെച്ച വിനകളാണ് അല്ല. തോടിൻ്റെ വീതികൾ കുറഞ്ഞ്, കുളങ്ങൾ കുറഞ്ഞ്, ജലസംഭരണം കുറഞ്ഞ്, എല്ലാം നമുക്ക് റിസ്ക് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇല്ലേ. അതിന് ഇങ്ങനെ പോയാണെങ്കിൽ ഒരു 10 ദിവസം കഴിയുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തും. ഒരു മഴ പെയ്യാൻ തന്നെ ഫുള്ള് വെള്ളത്തിലായി പോകും. എന്നിട്ട് മറ്റുള്ള സ്റ്റേറ്റിലെ ആശ്രയിക്കേണ്ടി വരും. അപ്പോൾ മറ്റുള്ള സ്റ്റേറ്റിലുള്ള കുഴപ്പം എന്താ, അവിടെയും ഒരുപാട് സംരംഭങ്ങളൊക്കെ അവിടെ തുടങ്ങി സ്ഥലമുള്ളതുകൊണ്ട്. പക്ഷെ അവിടെ ഇപ്പം ആളെ കിട്ടാത്ത അവസ്ഥ ഇവിടെ ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആളെ കിട്ടാൻ വരുമ്പോൾ എല്ലാത്തിനും ഡിമാൻഡാവും. നമ്മൾ ഇപ്പം തന്നെ കേരളത്തിൽ പ്രൊഡക്ഷൻ കൂട്ടിയിട്ടില്ല, അല്ലെങ്കിൽ ഇപ്പം തന്നെ കേരളത്തിലെ പ്രൊഡക്ഷൻ കൂട്ടി കറക്റ്റ് ചെയ്ത് പോയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പറയണ വില കൊടുത്ത് മേടിക്കേണ്ട അവസ്ഥ വരും. അപ്പോൾ കേരളത്തിലെ പച്ചക്കറിയുടെ വില പിടിച്ചു നിർത്താൻ മൊത്തം പ്രൊഡക്ഷൻ ചെയ്യാനുള്ള സംവിധാനം ഒന്നുമില്ല. പറയുമ്പോഴൊക്കെ പറയാന്നേ ഉള്ളൂ. അവിടെ നിന്നുള്ള ലോറി വന്നേ മാത്രമേ ഇവിടെ റെഡി ആകത്തുള്ളൂ. അതിനുള്ള സ്ഥലമേ ഇവിടെയുള്ളൂ. പക്ഷേ ഇവിടെ ചെയ്യേണ്ടത് നമുക്ക് കുറേയെങ്കിലും ഉൽപ്പാദിപ്പിച്ച് വില നിയന്ത്രിക്കുക എന്നുള്ളൊരു മാർഗ്ഗമായിട്ടും ആരോഗ്യം സംരക്ഷിക്കുക എന്നുള്ള മാർഗ്ഗമായിട്ടും കാർഷിക മേഖലയെ മാറ്റുക എന്നുള്ളതാണ്. അതല്ല വരുമാനം, അത് മാത്രമല്ല ഇപ്പോൾ സബ്സിഡിയൊക്കെ കൊടുക്കുന്ന സമയത്തായാലും എല്ലാവർക്കും ഒരേപോലെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നൊരു അല്ലേ. കുറേ ഒന്നാമത്തെ ഒരു അടുക്കളത്തോട്ടം കൃഷിക്കാർക്ക് തൈകളൊക്കെ കൂടുതലായിട്ട് കൊടുക്കുന്ന ഒരു സംവിധാനം വരണം. വ്യാവസായിക തന്നെ കൂടുതൽ കൃഷി ചെയ്യുന്ന കൃഷിക്കാർക്ക് കൂടുതൽ സൗകര്യങ്ങൾ കുറച്ചുകൂടെ ചെയ്ത് കൊടുക്കാവുന്നൊരു രീതിയൊക്കെ വരികയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും അല്ലേ. ഒരു പഞ്ചായത്തിൽ ഒരു 10 പേരെ ഫോക്കസ് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ അങ്ങനെയാണ് അവരൊക്കെ കൃത്യമായിട്ടൊക്കെ മാർക്കറ്റ് അവരൊക്കെ ഫോളോ അപ്പ് ചെയ്ത് കൃഷി വകുപ്പിൻ്റെ സംവിധാനത്തിൽ കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിലും ആ മാത്രമല്ല ഒരു പ്രൊഡക്ഷൻ ഇന്നതൊക്കെ ചെയ്യുന്ന കൃത്യമായ നിർദ്ദേശം കൊടുക്കുക. ഇപ്പോൾ ഒരു ജില്ലയിൽ പ്രൊഡക്ഷൻ കൂടുതലാണെങ്കിൽ മറ്റുള്ള ജില്ലയിലേക്ക് മാർക്കറ്റ് ചെയ്യുക. ഇപ്പോൾ കുട്ടനാട് നെൽകൃഷിക്കാണ് അവിടെ പ്രാധാന്യം. ഇവിടെ പച്ചക്കറി ചേർത്തൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ അവിടെ കൊണ്ട് ഒരു മാർക്കറ്റ് ചെയ്യാവുന്ന ഒരു സംവിധാനം കൃഷി വകുപ്പ് ഇണക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും ഇല്ലേ.
അപ്പോൾ അങ്ങനെയുള്ളൊരു മാർക്കറ്റിംഗ് സിസ്റ്റം കൂടെ ഒക്കെ ഡെവലപ്പ് ചെയ്തെടുക്കുകയാണെങ്കിൽ തുടക്കത്തിൽ ഇച്ചിരി പാടായിരിക്കും. ഏത് സാധനം പുതിയതായിട്ടൊന്ന് അഡോപ്റ്റ് ചെയ്യുമ്പോൾ പാടായിരിക്കും. പക്ഷേ അത് റൺ ചെയ്ത് മെനക്കെട്ട് ഒന്ന് റെഡിയാക്കി കഴിഞ്ഞാൽ പിന്നെ അതെല്ലാം സ്മൂത്തായിട്ട് പോകും. മാർക്കറ്റിംഗ് കേരളത്തിലെ തടസ്സം ഉണ്ടാകത്തില്ല എന്നുള്ളതാണ്. കേരളത്തിൽ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു പദ്ധതിയാണ് തൊഴിലുറപ്പ് പദ്ധതി. അത് സ്ത്രീകൾക്ക് ഒത്തിരി ഉപകാരപ്പെടുന്ന ഒന്നാണ്. കേരളത്തിലെ കാർഷിക രംഗത്ത് തൊഴിലുറപ്പ് പദ്ധതി കൊണ്ട് എന്ത് ഗുണമാണ് ഉണ്ടായിട്ടുള്ളത്? കേരളത്തിലെ തൊഴിലുറപ്പ് സംവിധാനങ്ങൾ കൃത്യമായിട്ടൊന്ന് ഉപയോഗിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ കാർഷിക മേഖലയ്ക്ക് കുറച്ചുകൂടെ ഉപകാരപ്രദമായ രീതിയിൽ എനിക്ക് തോന്നുന്നത് അവർക്ക് കുറച്ചുകൂടെ ട്രെയിനിങ് കൊടുക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. ഇപ്പോൾ പ്രൊഡക്റ്റീവ് ആവുമെന്നുള്ളതാണ്. ഇപ്പോൾ അവർക്ക് കിട്ടുന്ന വേതനം മാത്രമാണ് അവർ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ കാർഷിക മേഖലയൊക്കെ ഇടപെടുന്ന സമയത്ത് അവർക്ക് അഡീഷണൽ ഒരു ഇൻകം അമ്മമാർക്കൊക്കെ കിട്ടാവുന്ന രീതിയിലേക്ക് ഒരു സംവിധാനം നടക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു 200 രൂപ എക്സ്ട്രാ വരുമാനം കൂടെ കിട്ടുകയാണെങ്കിൽ 500 രൂപയ്ക്ക് മേലിൽ വരുമാനമായി. ഇത്രത്തോളം പേരാണ് ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്നത് ഇല്ലേ. അപ്പോൾ ആ രീതിക്കൊക്കെ മാത്രമല്ല ടൂറിസം രംഗത്ത് ഒരുപാട് റോഡ്, ആശുപത്രികൾ അല്ല അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ എല്ലാം ക്ലിയർ ആക്കുക. ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ പോകുന്ന സമയത്തൊക്കെ എല്ലാം മനോഹരമാണ്. റോഡ് സൈഡിലൊക്കെ നല്ല ഫ്രൂട്ട് പ്ലാന്റാണ്, നല്ല പൂക്കളാണ്. ഇതെല്ലാം മെയിൻറ്റെയിൻസ് ചെയ്യാവുന്ന ഒരു സിസ്റ്റത്തിലേക്ക് വരികയും കുറേ പേർക്ക് കാർഷിക മേഖല മാത്രമല്ല കുറേ പേർക്ക് കാർഷിക മേഖലയിൽ കൂടെ കൂടുതൽ അവസരം കൊടുത്ത് എക്സ്ട്രാ വരുമാനം കിട്ടുന്ന, അതായത് ആ വരുമാനം മാത്രം ഫോക്കസ് ചെയ്യുന്നവരായിരിക്കരുത്. എല്ലാ വീട്ടമ്മമാരുടെയിലേക്ക് പൈസ വരികയുള്ള ഗുണമെന്ന് വെച്ചാൽ ഇതെല്ലാം കൊണ്ട് ആ ഒരു മാർക്കറ്റിലേക്ക് പൈസ വരും, മാർക്കറ്റ് സജീവമാവും, ടൂറിസം വളരും, മൊത്തം ക്ലീൻ ആൻഡ് നീറ്റാവും അല്ലേ. അല്ലാതെ ഒരു പഞ്ചായത്ത് മാത്രം വിചാരിച്ച് നടക്കുക. ഇപ്പോൾ തോടുകളും കുളങ്ങളും എല്ലാം അടിപൊളിയാവും അല്ലേ. അപ്പോൾ അങ്ങനത്തെ ഒരു സിസ്റ്റം വരുമ്പോൾ നാട് മുഴുവൻ ഉത്സവ ലഹരിയിലേക്ക് ആക്കാൻ പറ്റിയൊരു സംവിധാനമാണ് തൊഴിലുറപ്പ് സംവിധാനം. അപ്പോൾ അത് പരമാവധി പ്രയോജനപ്പെടുത്തി കുറച്ച് സിസ്റ്റങ്ങളൊക്കെ മാറ്റാനുണ്ട്. ഒന്ന് പൊളിച്ചടുക്കുകയാണെങ്കിൽ പൊളിച്ചടുക്കി നല്ലതായിട്ട് ഒന്ന് കൃത്യമായിട്ട് കൊണ്ടുപോകാമെങ്കിൽ. മറ്റുള്ള സൈഡിലേക്കാണ് ഇഷ്ടംപോലെ സ്ഥലമുണ്ട്, ഇവിടെ സ്ഥലപരിമിതിയുണ്ട്. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കി ഉള്ളൊരു സിസ്റ്റം കൊണ്ടുവരാമെങ്കിൽ അടിപൊളിയായിട്ട് തൊഴിലുറപ്പ് മേഖലയെ നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. ഞാൻ ആദ്യമായിട്ടാണ് ഒരു കൃഷിക്കാരനെ ഇൻ്റർവ്യൂ ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര ഇൻസ്പിറേഷനായി. ഇനിയിപ്പോൾ ഞാനൊന്ന് കൃഷി ചെയ്താൽ കൊള്ളാമെന്നിങ്ങനെ എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഒത്തിരി സന്തോഷം ഞങ്ങളുടെ പോഡ്കാസ്റ്റിൽ വന്നതിൽ. ഇനിയിപ്പോൾ ഇനിയും മുന്നോട്ട് പോട്ടെ, നല്ല വെറൈറ്റി കൃഷികളൊക്കെ കൊണ്ടുവരാൻ സാധിക്കട്ടെ. ഒത്തിരി സന്തോഷം ചേട്ടാ. താങ്ക് യു സോ മച്ച്. ഓക്കെ, ബൈ. ബൈ.